ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സിലെ നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗുഡ് വിൽ വാല്യുവേഷൻ. വാല്യൂ ഓഫ് ഗുഡ് വിൽ. എന്താണ് ഗുഡ് വിൽ? എന്താണ് ഗുഡ് വിൽ എന്നുള്ളത് നിങ്ങൾ പണ്ട് +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനോ തൊടാനോ ഒന്നും കഴിയില്ല. പക്ഷെ ബിസിനസ്സിൽ ഉണ്ട്, നല്ലൊരു വാല്യൂ ഉള്ള ഒരു എമൗണ്ട് ആണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഇപ്പൊ +2 പഠിക്കാനുള്ളത് എന്താണ് ഗുഡ് വിൽ എന്നുള്ളതും ഗുഡ് വിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഗുഡ് വിൽ ഉണ്ടാവുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ഡീപ്പസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് പോയി നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഫസ്റ്റ് വൺ അഡ്മിഷൻ ഓഫ് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പുതിയൊരു പാർട്ണർ, ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരും, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മൾ പഠിച്ചു ഫസ്റ്റ് വൺ. സെക്കൻഡ് വണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പഠിച്ചു. തേർഡ് വൺ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ പഠിച്ചു. നാലാമത് പഠിക്കാനുള്ളതാണ് ഗുഡ് വിൽ ഓർ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഓക്കെ, ഒരു പുതിയൊരാള് ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് രണ്ട് റൈറ്റ്സ് ഉണ്ടായിരിക്കും. വാട്ട് ആർ ദ റൈറ്റ്സ്? ഫസ്റ്റ് വൺ, അയാൾക്ക് അസറ്റിന്റെ മുകളിൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. അതേമാതിരി അയാൾക്ക് ബിസിനസ്സിലെ പ്രോഫിറ്റിന്റെ മുകളിൽ റൈറ്റ് ഉണ്ടായിരിക്കും. അസറ്റിന്റെ മുകളിൽ റേറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരണം, ക്യാപിറ്റൽ കൊണ്ടുവരണം, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി പ്രോഫിറ്റ് മുകളിൽ അയാൾക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് ഗുഡ് വിൽ കൊണ്ടുവരണം. അതായത് ഗുഡ് വിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുക, ദേവ അസുര, അവരെ പാർട്ണർഷിപ്പ് ഫേം ദേവാസുരം. ഈ ദേവാസുരം എന്ന പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഇവർക്ക് ഓൾറെഡി ഈ ദേവയും അസുരയും ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനത്തിന് ഒരു ഗുഡ് വിൽ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഇനി മൂന്നാമതൊരാൾക്കും കൂടിയും വേണം. ഇപ്പൊ കർണ എന്നുള്ള ഒരു പുതിയൊരാള് വരികയാണ്. അതായത് ഇനി അയാൾക്കും കൂടി ഇതിന്റെ അവകാശമുണ്ട്. ഈ അവകാശത്തിന് ആര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? ദേവക്കും അസുരക്കും കിട്ടിയിട്ടുണ്ടായിരുന്ന എന്താണോ ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് ഇനി ആർക്കും കൂടി കിട്ടുകയാണ്, കർണനും കൂടി കിട്ടുകയാണ്. അപ്പൊ ഈ കർണൻ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അസറ്റിന്റെ മുകളിൽ റേറ്റ്സ് വേണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേമാതിരി അയാൾക്ക് എന്ത് വേണം, പ്രോഫിറ്റിന്റെ മുകളിൽ അയാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ അയാളെ ഗുഡ് വിൽ കൊണ്ടുവരണം. ഈ ഗുഡ് വിൽ എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അവരുണ്ടാക്കി ദേവയും അസുരയും ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫേം ആയിട്ടുള്ള ദേവാസുരം എന്നുള്ള ബിസിനസിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് അല്ലെങ്കിൽ സർട്ടൺ പോർഷന്, അതായത് എത്രയാണോ ഇവര് സാക്രിഫൈസ് ചെയ്യുന്നത്, ആര് സാക്രിഫൈസ് ചെയ്യുന്നത്, ദേവനും അസുരയും എത്രയാണോ സാക്രിഫൈസ് ചെയ്യുന്നത്, ആർക്കും വേണ്ടിയിട്ട്, കർണന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് എങ്കിൽ ആ സാക്രിഫൈസ് റേഷ്യോന്റെ ബേസിൽ ഈ സ്ഥാപനത്തിന് ഇവരുണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില് ആര് കൊണ്ടുവരണം, കർണൻ എന്നുള്ള പുതിയൊരാൾ കൊണ്ടുവരണം. ഈ കർണൻ കൊണ്ടുവരുന്ന ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവാസുരം സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ ഇപ്പോഴത്തെ വാല്യൂ അല്ലേ. ഈ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ആർക്കുള്ളതാണ്? ദേവക്കുള്ളതാണ്, അസുരക്കുള്ളതാണ്. എന്തിനുള്ളതാണ്? ദേവി അസുരയാണ് കർണൻ വന്ന സമയത്ത് സാക്രിഫൈസ് ചെയ്ത്. അപ്പം കർണൻ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ആരെടുക്കും? ദേവി അസുര എടുക്കും. ഏത് റേഷ്യോയിൽ എടുക്കും? അവര് സാക്രിഫൈസ് റേഷ്യോയിൽ എടുക്കും. ഇതാണ് ഫസ്റ്റ് പഠിക്കാനുള്ള സാധനം. ഗുഡ് വിൽ എന്താണെന്നുള്ള പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഒന്നും കൂടി ഡീപ്പായിട്ട് പറയാം. നമ്മുടെ ദേവയും അസുരയുണ്ട്. നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമാണ് ദേവാസുരം. ഈ ദേവാസുരം എന്ന് പറഞ്ഞ സ്ഥാപനം നല്ല വാല്യൂ ഉള്ള സ്ഥാപനമാണ്. ഇപ്പൊ എക്സാമ്പിൾ വിചാരിച്ചോളൂ, ഇപ്പൊ ഇവരെ അസറ്റ് 10 ലക്ഷം രൂപന്റെ അസറ്റ് ഉണ്ട്. ഓക്കെ, ഈ ദേവാസുരം ബിസിനസ്സിന് ഇപ്പൊ കാണുന്ന വാല്യൂ 25 lakh ആണ്.
അവരെ മൊത്തം അസറ്റ് മൊത്തം 10 ലക്ഷം രൂപ ഉള്ളൂ. ഇപ്പൊ അവര് ഈ ദേവാസുരം എന്നുള്ള പാർട്ണർഷിപ്പ് ഫേം വിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് വാല്യൂ ഇപ്പൊ എത്ര ചോദിക്കുന്നത്? 25 ലാക്ക് ആണ്. ബാക്കി 15 ലക്ഷം ഇവർ കാണുന്ന ഗുഡ്വില്ലാണ്, സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലാണ് 15 ലക്ഷം രൂപ. ഈ ഗുഡ്വിൽ ഇപ്പൊ ആരൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ദേവയും ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അസുരയാണ്. ഇത് ഇവർ ഉണ്ടാക്കിയുള്ള ഗുഡ്വില്ലാണ്. അതിന് ഈ ഗുഡ്വില്ലിന് മൊത്തം ഉടമസ്ഥൻ അവകാശം ഇവർ ആർക്ക് മാത്രമേ റൈറ്റ്സ് ഉള്ളത്? ആ റൈറ്റ്സ് ദേവക്കും അസുരക്കും മാത്രമാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി കർണൻ എന്നുള്ള ഒരു പുതിയ ഒരാൾ വരികയാണ് ഇവരുടെ ബിസിനസ്സിലേക്ക്. അങ്ങനെയാണ് സമയത്ത് കർണൻ വരുന്നത് ദേവാസുരം എന്നുള്ള ബിസിനസ്സിലേക്കാണ് വരുന്നത്. ഈ ദേവാസുരം എന്ന ബിസിനസ്സിൽ ഇയാൾക്ക് 2 റൈറ്റ്സ് ഉണ്ടായിരിക്കും. അസറ്റിന്റെ മുകളിൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും, അതേമാതിരി പ്രോഫിറ്റിന്റെ മുകളിൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. അസറ്റിന്റെ മുകളിൽ റൈറ്റ്സ് ഉണ്ടാണെങ്കിൽ അയാൾക്ക് ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇയാൾക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ റൈറ്റ്സ് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിൽ ഗുഡ്വിൽ കൊണ്ടുവരണം. ഗുഡ്വിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇപ്പൊ ഇവരെ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 15 ലക്ഷം രൂപ ഉണ്ട്. ഈ 15 ലക്ഷം രൂപയിൽ ദേവന് എത്രയാണോ, കർണനാണ് ഈ 15 ലക്ഷം രൂപന്റെ ഒരു പെർസെന്റേജ് കൊണ്ടുവരുന്നത്. 15 ലക്ഷം മൊത്തം കൊണ്ടുവരുന്നില്ല, ഒരു പെർസെന്റേജ് കൊണ്ടുവരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കർണൻ വരുന്ന സമയത്ത് നമ്മുടെ ദേവയും നമ്മുടെ അസുരയും എന്ത് ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പോർഷൻ എമൗണ്ട് ദേവയും കൊണ്ടുവരണം, അസുരയും കൊണ്ടുവരണം. ഇപ്പൊ എക്സാമ്പിൾ വിചാരിച്ചോളൂ, 5 ലാക്ക് കൊണ്ടുവന്നു. ദേവ എന്ത് ചെയ്തു? 5 ലാക്ക് ഗുഡ്വിൽ കൊണ്ടുവന്നു. അതായത് ഈ 15 ലക്ഷം രൂപ നമ്മുടെ ഗുഡ്വിൽ ഉണ്ട്. ആ ഗുഡ്വില്ലിന്റെ കർണം കൊണ്ടുവന്നത് ഗുഡ്വില് 5 ലക്ഷം രൂപ ഗുഡ്വിൽ കൊണ്ടുവന്നു. ഈ 5 ലക്ഷം രൂപ ഗുഡ്വിൽ ആരൊക്കെ ഉള്ളതാണ്? ദേവക്കും അസുരക്കും ഉള്ളതാണ്. ഏത് റേഷ്യോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? സാക്രിഫൈസ് റേഷ്യോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ദേവക്ക് എത്ര ഉണ്ടാവും? 2.5 ലക്ഷം രൂപ ഉണ്ടാവും. ഇവിടെയും 2.5 ലക്ഷം രൂപ ഉണ്ടാവും അസുരക്കും. കാരണം ഈ 2 ലക്ഷം രൂപ എന്തിനു കൊണ്ടുവരുന്ന? കർണൻ എന്നുള്ള ഒരാള്, പുതിയ ഒരാള് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ദേവന്റെയും അസുരയും സാക്രിഫൈസ് ചെയ്യാണ്. ആർക്ക് വേണ്ടിയിട്ട്? കർണന് വേണ്ടി. അതായത് ഇനിയുള്ള പ്രോഫിറ്റ്, ആദ്യം പ്രോഫിറ്റ് ഒക്കെ ആര് മാത്രം എടുക്കാറ്? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് 90,000 രൂപ ഉണ്ട്. ഈ 90,000 കർണനും ദേവയും അസുരയാണ് എടുക്കുന്നെങ്കിൽ 45,000 എടുക്കുന്നത്. 45,000. ഇനി ആര് വരികയാണ്? കർണൻ എന്നുള്ള ഒരു പുതിയ ഒരാള് വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇവര് 3 ആൾക്ക് കൊടുക്കണം, വേണ്ടേ? അപ്പൊ എങ്ങനെ ഉണ്ടാവുക? ഈ 90,000 3 ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 90,000 രൂപ ഉണ്ട്. ഓരോരുത്തർക്ക് എത്ര ഉണ്ടാവുക? 30,000. അതായത് ദേവക്ക് 45,000 രൂപ കിട്ടിയിരുന്നേ, ഇവിടെ 45,000 രൂപ കിട്ടിയിരുന്നേ. ഇപ്പൊ ഇവർക്ക് എത്രയാണ്? 30,000 കിട്ടിയിട്ടുള്ളൂ, ഇവിടെ 30,000 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഓരോരുത്തർ എത്ര രൂപ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? 15,000 രൂപ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആർക്കും വേണ്ടിയിട്ട്? പുതിയൊരാൾക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഈ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഗുഡ്വിൽ ആര് കൊണ്ടുവരണം? ന്യൂ പാർട്ണർ കൊണ്ടുവരണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഈ കൊണ്ടുവരുന്ന ഈ ഗുഡ്വിൽ നമ്മളിപ്പോ ഡിറ്റർമിൻ ചെയ്ത് 15 ലക്ഷം രൂപ ഫേമിന്റെ ഗുഡ്വിൽ ഉണ്ട്. ആ ഗുഡ്വില്ലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഗുഡ്വിൽ വാല്യൂ 15 ലക്ഷം രൂപ ഇവർക്ക് എങ്ങനെ കിട്ടിയത്, അതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നേരെ ആർക്ക് കൊടുക്കും? ഓൾഡ് സാക്രിഫൈസ് ചെയ്ത പാർട്ണേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിൽ ദേവക്കും കൊടുക്കും, അസുരക്കും കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം. ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്വിൽ ഈസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഡ്വിൽ ഈസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ഗുഡ്വിൽ. അതായത് കാണാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ബിസിനസ്സിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപന്റെ 15 ലക്ഷം രൂപന്റെ അസറ്റ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഞാൻ നമ്മളിപ്പോ ഇവിടെ സ്ഥാപനം വിൽക്കുന്ന സമയത്ത് ഇവർ ചോദിക്കുന്ന 25 ലക്ഷം രൂപയാണ്. അപ്പൊ ഇവര് പറയുന്നത്, ഇപ്പൊ നമ്മൾ എ പ്ലസ് അക്കാദമി സെയിൽ ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് അക്കാദമി ഞാനിപ്പോ പറയുന്നത് 25 ലാക്ക് റുപ്പീസ്. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ ആകപ്പാടെ 15 ലക്ഷം രൂപന്റെ അസറ്റ് അല്ലേ നിങ്ങൾക്കുള്ളൂ. ഇവിടെ എസിയും ഫർണിച്ചേഴ്സും കാര്യങ്ങളെല്ലാം മൊത്തം അതിന്റെ വാല്യൂ ആണ് 15 ലക്ഷം രൂപ. നിങ്ങൾ എന്തിനാ 25 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു? 8 വർഷം അല്ലെങ്കിൽ 9 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ വാല്യൂ ഉണ്ട്, ഗുഡ്വില്ലാണ്. അത് കാണാൻ പറ്റില്ല. പക്ഷെ ആ എമൗണ്ടും കൂടി എനിക്ക് കൂട്ടിയിട്ടാണ് ഞാൻ എത്ര എമൗണ്ട് പറയുന്നത്? 25 ലാക്ക് പറയുന്നത്. അപ്പൊ ഈ 10 ലക്ഷം രൂപ എന്താണ്? അസറ്റിന് പുറമെ കാണാൻ പറ്റാത്ത ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് ഇത്. ഇതാണ് എന്റെ ഗുഡ്വിൽ.
പ്രസന്റ് വാല്യൂ ഓഫ് ദി ഫേം ആന്റിസിപ്പേറ്റ് ദ എക്സസ് ഓഫ് ഏണിംഗ്. ആക്ച്വൽ ഏണിങ്സിന് പുറമെ നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും ആക്ച്വൽ ഏണിങ്സിന് പുറമെ നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും അത് എന്തായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം, ഗുഡ് വിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഫേം ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏണിങ്സ് ഓഫ് പ്രോഫിറ്റ് ഈസ് കാൾഡ് എക്സസ് ഓഫ് ഏണിങ്സ് ഈസ് കാൾഡ് ഗുഡ് വിൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഗുഡ് വില്ലിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദി എഫക്ട് ഇൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ? ഗുഡ് വില്ലിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചേർന്നിട്ടാണ്? ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ നാച്ചർ ഓഫ് ബിസിനസ് പറയുന്നത്, അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഗുഡ് വിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറെ ടൈം എടുക്കും. അതായത് ഒരു വർഷം കൊണ്ടും നമുക്ക് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ നമ്മൾ രാമനാട്ടുകരയിൽ സോന ബേക്കറി എടുക്കാം, അതായത് ഒരു ബേക്കറിയാണ്. ആ ബേക്കറി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒറ്റയടിക്ക് അവർ രാമനാട്ടുകര വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബേക്കറിയാണ്. ഒറ്റയടിക്ക് അവരെന്ത് ചെയ്തെന്നല്ല, ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയതല്ല, അത് കുറെ വർഷം അവർ യൂസ് ചെയ്ത്, മീൻസ് അവർ നല്ല രീതിയിൽ കൊണ്ടു നടന്നുകൊണ്ട് അവർക്ക് കിട്ടിയതാണ്. അപ്പൊ അവർ പറഞ്ഞ പ്രൊഡക്റ്റ് ഹാവിങ് സ്റ്റാബിൾ ഡിമാൻഡ് ഈസ് ഏബിൾ ടു ഏൺ മോർ പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റും ഗുഡ് വില്ലും ഈക്വൽ ആണ്. പ്രോഫിറ്റ് ആൻഡ് ഗുഡ് വിൽ ഈക്വൽ പ്രൊപ്പോർഷൻ ആണ്. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ ഗുഡ് വിൽ എന്ത് ചെയ്യും? കൂടും. പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് വിൽ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇത് ഈക്വൽ പ്രൊപ്പോർഷൻ ആണ് വരുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ഹാവിങ് സ്റ്റാബിൾ ഡിമാൻഡ്, നല്ല ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നല്ല പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് നല്ല സെയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നല്ല സെയിൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് നമ്മളത് കൂടും. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് കൂടും? ഗുഡ് വിൽ കൂടും. അതാണ് ഉദ്ദേശിക്കുന്നത്. നാച്ചർ ഓഫ് ബിസിനസ്സിൽ പ്രൊഡക്റ്റ്, അവർക്ക് എന്താണ്, ആ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഹാവിങ് സ്റ്റാബിൾ ഡിമാൻഡ് ആണെങ്കിൽ ഈസ് ഏബിൾ ടു ഏൺ മോർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗുഡ് വില്ല് കൂടും. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ബിസിനസ്. എക്സാമ്പിൾ എടുക്കാം. നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് എന്തെടുക്കാം? കോവിഡ്-19 ഒരു വാക്സിൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ആ വാക്സിൻ എന്താ വെച്ചാൽ നല്ല മാർക്കറ്റ് ഉണ്ടായിരിക്കും. ഇതുവരെ വരാത്ത പ്രൊഡക്റ്റാണ്, പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റിൽ ആരും അത് എന്ത് ചെയ്യുന്നില്ല, അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സെയിൽസ് കൂടുന്ന സമയത്ത്, സെയിൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ആൾക്കാരെല്ലാം നല്ല വേങ്ങിയിട്ട് നിങ്ങൾ ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്, അവർ അസുഖം മാറുന്നുണ്ട്, പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് കൂടും? ഗുഡ് വില്ല് കൂടും. ഇസ് ക്ലിയർ? ഫസ്റ്റ് പോയിന്റ്, നാച്ചർ ഓഫ് ബിസിനസ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ. അതായത് നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ആ ബിസിനസ്സിന് നിങ്ങൾ ബിസിനസ് നിൽക്കുന്നത് പെർട്ടിക്കുലർ ലൊക്കേഷനിലാണെങ്കിൽ, അതായത് എല്ലാ ആൾക്കാർക്കൊക്കെ എപ്പോഴും പോയി വരാനും എത്തിപ്പെടാനും പാർക്കിംഗ് സൗകര്യമുള്ള ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനാണ് നിങ്ങൾ ബിസിനസ് നിൽക്കുന്നതെങ്കിൽ അവിടേക്ക് കുറേ ആൾക്കാർ വരും, കുറെ കസ്റ്റമേഴ്സ് വരും. നമ്മുടെ ബിസിനസ്സിലേക്ക് കുറെ കസ്റ്റമേഴ്സ് വരും. കുറെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും? ബിസിനസ്സിൽ സെയിൽ കൂടും. സെയിൽ കൂടി നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഗുഡ് വിൽ ഉണ്ടാവും. ഇത് നല്ലൊരു പെർട്ടിക്കുലർ രാമനാട്ടുകര മെയിൻ ലൊക്കേഷനിലാണ് ഇപ്പോൾ സോന ബേക്കറി നിൽക്കുന്നത്. ആ ബേക്കറി ഒരു ഉൾഗ്രാമത്തിലാണെങ്കിൽ ആൾക്കാർ വരില്ല, അവിടേക്ക് അവർക്ക് കച്ചവടം ഉണ്ടാവില്ല, സെയിൽ ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക് കേൾക്കുന്നുണ്ടാവില്ല, ഗുഡ് വില്ലും ഉണ്ടാവില്ല. ദിസ് is second one, ലൊക്കേഷൻ. തേർഡ് വൺ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി. നല്ല രീതിയിലാണ് അവിടുത്തെ മാനേജേഴ്സ് അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും? നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എക്സാമ്പിൾ എടുക്കാം. അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു എംപ്ലോയി രാവിലെ അവർ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഒരു എംപ്ലോയീസ് വരുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് വരുന്നത് എംപ്ലോയി എന്ത് ചെയ്യുന്നില്ല? നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ എംപ്ലോയിക്ക് സാലറി കൊടുക്കണ്ടേ? ഇപ്പൊ 1 ഹവേഴ്സിന് സാലറി നമുക്ക് എക്സ്ട്രാ നഷ്ടമല്ലേ? സാലറി കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസ് കൂടുകയാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മളെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല? ഗുഡ് വിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്? അവിടെ നല്ലൊരു മാനേജേഴ്സ് ഇല്ല, നല്ലൊരു മാനേജ്മെന്റ് ടീം ഇല്ലാത്തതുകൊണ്ട്. ഇവർ കറക്റ്റ് ടൈമിന് വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടൈമിന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതായത് എഫിഷ്യൻസി ആയിട്ട് ആ സ്ഥാപനത്തിൽ എഫിഷ്യൻസി ആയിട്ടുള്ള മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അത് ആ സ്ഥാപനത്തിന്റെ പ്രോസസ്സും കാര്യങ്ങളും എന്തായിരിക്കില്ല? കറക്റ്റ് ആയിരിക്കില്ല. പ്രോസസ്സും കാര്യങ്ങളും കറക്റ്റ് അല്ലാത്തതായി കഴിഞ്ഞാൽ ബിസിനസ് സംബന്ധിച്ചോളം നമുക്ക് എന്തുണ്ടാവില്ല? ഗുഡ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവില്ല? ഗുഡ് വില്ലും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, വെൽ മാനേജ്ഡ് കൺസേൺ യൂഷ്വലി എൻജോയ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹൈ പ്രൊഡക്ടിവിറ്റി.
ഒരു എക്സാമ്പിൾ എടുക്കുന്നത് എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യുന്നു നല്ല അതായത് അവര് ഒരു അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറെ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, കുറെ പ്രൊഡക്റ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റ് കൂടും. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സെയിൽ ഓട്ടോമാറ്റിക് ഉണ്ടാവാം. സെയിൽ കൂടി നമുക്ക് എന്തുണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടാവാം. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാം, ബിസിനസ്സിൽ ഗുഡ്വിൽ ഉണ്ടാവാം. ദിസ് എ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. തേർഡ് വൺ. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തക ഓർ ലിമിറ്റഡ് കോമ്പറ്റീഷൻ. അതായത് നമ്മളെ സ്ഥാപനം, അതായത് ഇപ്പൊ കേരളത്തിൽ നമ്മളെ സ്ഥാപനം ഇപ്പം കേരളത്തിൽ ഇപ്പൊ KSEB എന്ന് പറഞ്ഞാൽ എന്താ സിസ്റ്റം, KSEBിന്റെ അവസ്ഥ എന്താ, കേരളത്തിൽ ഇവർ മാത്രമേ ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ ചെയ്യുന്ന ടീമുള്ളൂ. ഇവർ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർ തോന്നിയ റേറ്റ് ഇടാം ഇലക്ട്രിസിറ്റിക്ക്. ആ മൊത്തം പ്രോഫിറ്റ് അവർക്കാണ്. കാരണം അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ, അവരെ കൂടെ മത്സരിക്കാൻ ആരുമില്ല. ആ മത്സരിക്കാൻ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർക്കായിരിക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാവാം. ഒരു എക്സാമ്പിൾ എടുക്കാം. രാമനാട്ടുകരയില് നമ്മുടെ രാമനാട്ടുകരയില് സോന ബേക്കറി മാത്രമേ ഉള്ളൂ, വേറൊരു ബേക്കറി ഇല്ല. എന്തായിരിക്കും അവസ്ഥ? സോന ബേക്കറി അവരെ സാധനത്തിന്റെ പ്രൊഡക്റ്റിന് പ്രൈസ് ഒക്കെ കൂട്ടും. നമുക്കൊരു ഓപ്ഷൻ ഇല്ല, വേറെ കോമ്പറ്റീഷൻ ഇല്ല, നമുക്ക് വേറെ പോയി സാധനം വാങ്ങാൻ ഓപ്ഷൻ ഇല്ല. പ്രൈസ് കൂട്ടി നമ്മളെല്ലാവരും അവിടെ പോയിട്ട് സാധനം വാങ്ങുന്നു, സെയില് കൂടുന്നു, പ്രോഫിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുന്നു. ഇനി എക്സാമ്പിൾ എടുക്കാം, സോന ബേക്കറി തൊട്ടപ്പുറത്ത് വേറൊരു ഇപ്പം കെയർ ബേക്കറി സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. കെയർ ബേക്കറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സോന ബേക്കറിക്ക് കോമ്പറ്റീഷൻ അല്ലേ, ഇവിടെ പ്രൈസ് കൂടുന്നു, ഇവര് കുറക്കുന്നു, നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. ഇവര് പ്രൊഡക്റ്റ് കുറക്കുന്നു, നമ്മളെല്ലാവരും സോന ബേക്കറിയിൽ നിന്ന് പോയിട്ട്, കസ്റ്റമേഴ്സ് എല്ലാം സോന ബേക്കറിയിൽ പോകില്ല, എന്നിട്ട് അവിടെ പോയിട്ട് കെയർ ബേക്കറി പോയിട്ട് സാധനം വാങ്ങുന്നു, അവർ പ്രോഫിറ്റ് കൂടുന്നു. അതായത് അങ്ങനെ ഗുഡ് വിൽ കൂടും. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സ്ഥാപനത്തിന് കോമ്പറ്റീഷൻ ഇല്ല, അവർ ഒറ്റക്കാണ്, മൊണോപ്പൊളി കുത്തകയായിട്ടാണ് വർക്ക് ചെയ്തതെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി കുത്തക അല്ലാതെ, അതായത് കുറെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഗുഡ് വിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അതായത് ഇപ്പൊ നമുക്ക് വേറെ നമുക്ക് റെയിൽവേ എടുക്കാം. റെയിൽവേക്ക് കോമ്പറ്റീഷൻ ആയിട്ട് വേറെ ആരും ഇല്ല. അപ്പൊ കിട്ടുന്ന അവർക്ക് എന്ത് തോന്നിയ റേറ്റും ചാർജ് ചെയ്യാം. അപ്പൊ മൊത്തം കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം ആർക്കായിരിക്കും? റെയിൽവേക്കായിരിക്കും. അതാണ് മാർക്കറ്റ് സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്, അതായത് നമുക്ക് ചില ഈ എക്കണോമിക് സോണിലൊക്കെ, അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഒക്കെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് എന്തെങ്കിലും കുറെ ആനുകൂല്യങ്ങൾ കൊടുക്കും, അവർക്ക് സബ്സിഡി കൊടുക്കും. അതേമാതിരി ഇലക്ട്രിസിറ്റിക്ക് റേറ്റ് മാറ്റം ഉണ്ടായിരിക്കും. അതേമാതിരി പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കേസൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് അവർക്ക് എന്ത് ചെയ്യും, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റിന്റെ റേറ്റ് അവർ സപ്ലൈ ചെയ്യുന്നില്ല, കുറെ ഐറ്റംസ് ഇലക്ട്രിസിറ്റി നമുക്ക് തരുന്ന റേറ്റും അവർ കൊടുക്കുന്ന റേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് മാക്സിമം എന്ത് ചെയ്യാം, റേറ്റ് കുറയുമ്പോൾ മാക്സിമം എക്സ്പെൻസ് കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും, ഗുഡ് വില്ല് കൂടും. അതായത് ഇവിടെ പറയുന്നുണ്ട്, അതായത് ഇമ്പോർട്ട് ലൈസൻസ് ഒക്കെ ലോ റേറ്റിന് ഇമ്പോർട്ട് ലൈസൻസ് പറ്റി ലോ റേറ്റ്, പിന്നെ ഇലക്ട്രിസിറ്റി ഓഫ് സപ്ലൈ ചെയ്യുന്നത് ലോ റേറ്റിലാവാം. ഈ ലോ റേറ്റിനെല്ലാം കൊടുക്കുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രോഫിറ്റ് കൂടും ബാക്കിയുള്ളവരും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ എന്താ, ഇവര് നല്ല രീതിയിൽ സ്ഥാപനം, അത് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും, സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അത് ഗവൺമെന്റ് എന്ത് ചെയ്യും, നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കും. നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കോസ്റ്റ് കുറയും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഡിറ്റർമിൻ ദി ഫാക്ടേഴ്സ്, ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. ഫസ്റ്റ് വൺ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, 4 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇമ്പോർട്ടന്റ് ഏരിയയാണ്, പഠിക്കുക. What are the factors affecting the value of goodwill? First one, nature of business. Second one, location. നല്ല ലൊക്കേഷനിലായിരിക്കണം ബിസിനസ് സ്ഥാപനം. Third one, efficiency of management. മാനേജ്മെന്റ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, പ്രൊഡക്ടിവിറ്റി കുറയും. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഉണ്ടാവില്ല, കോസ്റ്റ് കൂടും. അങ്ങനെയൊക്കെ സമയത്ത് പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ ഗുഡ് വില്ല് കുറയും. പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ, അതായത് നമ്മൾ മാത്രമേ മാർക്കറ്റിലുള്ളെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാവും. നമുക്കെതിരെ കോമ്പറ്റീഷൻ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ഈ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെയുണ്ടോ അതിന്റെ ബേസിലായിരിക്കും നമ്മുടെ ഗുഡ് വിൽ ഉണ്ടാവുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ബൈ ദി ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ ഉഷാറായിട്ട് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ആണ് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗുഡ് വിൽ, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ചേഞ്ച് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സെക്കൻഡ് വൺ, അഡ്മിഷൻ ഓഫ് ടൈമിൽ വേണം. അതപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ ടൈമിൽ ഗുഡ് വില്ലിന്റെ ആവശ്യമുണ്ട്.
റിട്ടയർമെന്റ് ടൈമിൽ ഗുഡ്വില്ലിന്റെ ആവശ്യമുണ്ട്, ഡെത്ത് ടൈമിൽ ഗുഡ്വില്ലിന്റെ ആവശ്യമുണ്ട്, ഡിസൊല്യൂഷൻ ടൈമിൽ ഗുഡ്വില്ലിന്റെ ആവശ്യമുണ്ട്, അമാൽഗമേഷന്റെ ടൈമിൽ ഗുഡ്വില്ലിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എക്സാമിന് നിങ്ങൾക്ക് ഈ 6 ഏരിയയിലും ഇതുവരെയുള്ള നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവാറുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഗുഡ്വില്ലിന്റെ അപ്ലിക്കേഷൻ വരും. അപ്പൊ ഫസ്റ്റ് വൺ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഒക്കെ വരുന്ന സമയത്ത്, രണ്ടാമത്തെ അഡ്മിഷൻ ടൈമില്, തേർഡ് വൺ റിട്ടയർമെന്റ് ടൈമില്, നെക്സ്റ്റ് വൺ ഡെത്ത് ടൈമില്, നെക്സ്റ്റ് വൺ ഡിസൊല്യൂഷൻ ടൈമില്, ലാസ്റ്റ് വൺ അമാൽഗമേഷൻ ടൈമിൽ എന്തുണ്ട്, ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് ഏതൊക്കെ നോക്കാം. ഓക്കെ, നമ്മളിപ്പോ എന്ത് പഠിച്ചു, ഗുഡ്വില്ലിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഗുഡ്വില്ലിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ, എന്തിനാ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്? അതായത് ഓൾഡ് പാർട്ണർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും, ആർക്കും വേണ്ടി, പുതിയ പാർട്ണേഴ്സിന് വേണ്ടി. അപ്പൊ അവരെന്ത് ചെയ്യണം, ഈ സാക്രിഫൈസ് ചെയ്ത പാർട്ണേഴ്സിന് ഗുഡ്വിൽ കൊണ്ടുവരണം. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. വാട്ട് ആർ ദി മെത്തേഡ് ഫോർ സാക്രിഫൈസിങ്, മെത്തേഡ് ഫോർ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. മെത്തേഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഫസ്റ്റ് മെത്തേഡ് ആണ് അവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അവറേജ് പ്രോഫിറ്റ് ഫസ്റ്റ് മെത്തേഡ് ആണ്, മെത്തേഡ് നമ്പർ 1, അവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഭയങ്കര ഈസിയാണ്. 5 മെത്തേഡ് ഉണ്ട് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ. ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ അവറേജ് മെത്തേഡ്. ഈ ഗുഡ്വിൽ എങ്ങനെ കമ്പ്യൂട്ട് കഴിഞ്ഞാൽ, ഗുഡ്വിൽ ഈസ് വാല്യൂഡ്. ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓഫ് ദി അവറേജ് പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അതായത് ലാസ്റ്റത്തെ 5 വർഷത്തെ അല്ലെങ്കിൽ ലാസ്റ്റത്തെ 3 വർഷത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും എത്ര ലാസ്റ്റ് 5 വർഷത്തെ പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഫിറ്റും ഗുഡ്വില്ലും ഈക്വൽ പ്രൊപ്പോർഷൻ ആണ്. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗുഡ്വിൽ കൂടും. ഓക്കെ, അത് ഓർമ്മയില്ലേ? അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. അതായത് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റിന്റെ ബേസിലായിരിക്കും നമ്മൾ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാം. ഇത് നമ്മൾ ഗുഡ്വിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇത്ര വർഷത്തേക്കാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഉദ്ദേശിക്കുന്നത്. ഇത്ര വർഷത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഗുഡ്വിൽ കാണുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് വന്നിട്ട്. ഈ അവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഗുഡ്വിൽ സീക്വൽ ടു, ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്ന സാധനമാണ്, ഗുഡ്വിൽ സീക്വൽ ടു അവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എത്ര വർഷത്തേക്കാണ് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുക. എങ്ങനെയാണ് നമ്മ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും കേട്ടോ. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിനെ കൺഫ്യൂഷൻ. അവറേജ് പ്രോഫിറ്റ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം. 2000, 2001, 2002, 2003 നിങ്ങൾക്ക് 4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ കൊല്ലം നിങ്ങൾക്ക് 25,000 നിങ്ങളുടെ പ്രോഫിറ്റ് 25,000. സെക്കൻഡ് ഇയറിൽ 30,000. നെക്സ്റ്റ് കൊല്ലം 15,000. നെക്സ്റ്റ് കൊല്ലം 10,000. അപ്പൊ നമ്മളെ പ്രോഫിറ്റ് എത്രയായി? 25, 30, 40, 40, 30, 70, 80,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ 4 വർഷത്തെ പ്രോഫിറ്റ്, 80,000 രൂപ. അപ്പൊ നമുക്ക് അവറേജ് പ്രോഫിറ്റ് സീക്വൽ ടു 80,000 ഡിവൈഡഡ് ബൈ ഇത് എത്ര വർഷത്തെ പ്രോഫിറ്റാ? 4 വർഷത്തല്ലേ? ഈ 4 വർഷത്തല്ലേ? 4 വർഷത്തെ പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4 ഇയേഴ്സ്, അതായത് 4 ഇയേഴ്സ്, അപ്പൊ 20,000 കിട്ടും. ഇതാണ് നമ്മൾ അവറേജ് പ്രോഫിറ്റ്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് എത്ര വർഷത്തേക്ക് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാം. 3 ഇയേഴ്സ് പർച്ചേസ് തരും. അപ്പൊ നമ്മൾ ഗുഡ്വിൽ സീക്വൽ ടു ദ ഇക്വേഷൻ അവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 20,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 സീക്വൽ ടു ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ സീക്വൽ ടു 60,000. ഈ 60,000 ഗുഡ്വിൽ ആണ് ആര് ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്? പുതിയ ഒരാള് ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഗുഡ്വിൽ ആണ് 60,000. ഈ പ്രോഫിറ്റ് ഒക്കെ ആരുണ്ടാക്കിയതാണ്? സാക്രിഫൈസ് ചെയ്ത പാർട്ട്നേഴ്സ് ഉണ്ടാക്കിയതാണ്. അതായത് ദേവയും അസുരയും ചേർന്നിട്ടാണ് ഈ 80,000 രൂപ ബിസിനസ്സിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ്, അവറേജ് പ്രോഫിറ്റ് ആണ്. ഈ മൊത്തം ഇവരുണ്ടാക്കിയ അവറേജ് പ്രോഫിറ്റ്, ദേവന്റെയും അസുരയും ഇപ്പൊ ഗുഡ്വിൽ, അവരുടെ ബിസിനസിന്റെ ഗുഡ്വിൽ അവറേജ് പ്രോഫിറ്റ് പ്രത്യേക പ്രകാരം ഗുഡ്വിൽ 60,000 രൂപ ഉണ്ട്. ഈ 60,000 രൂപ ആര് കൊണ്ടുവരണം? കർണൻ എന്നുള്ള ആള് കൊണ്ടുവരണം.
എന്തിനു വേണ്ടി? ദേവി അസുരം ഇവയാൾ വരുന്ന സമയത്ത് പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ 60,000 രൂപ. ഈ 60,000 രൂപ കണ്ണം കൊണ്ടുവരുമല്ലോ. ഈ കണ്ണം കൊണ്ടുവന്ന ഗുഡ്വിൽ ആരെടുക്കാണ്? ദേവക്കും അസുരക്കാണ്. അവരെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പൊ സാക്രിഫൈസ് റേഷ്യോ 1:1 ആണെങ്കിൽ ദേവ 30,000 രൂപ സാക്രിഫൈസ് ചെയ്യും. 30,000 രൂപ ഇയാൾക്ക് കിട്ടും, അസുരക്ക് 30,000 രൂപ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ പിക്ചർ പറയാനുള്ളത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി വേറെ എക്സാമ്പിൾ. ഇപ്പൊ ഈ വർഷം 10,000 രൂപ എനിക്ക് ലോസ് ആണ്. എന്ത് ചെയ്യും? 10,000 രൂപ. ഓക്കെ, 80,000 പ്രോഫിറ്റ് വരുന്നു അല്ലെ. ഇവിടെ 20,000. ഇവിടെ 20,000 രൂപ ലോസ് ആണ്. ഫസ്റ്റത്തെ കൊല്ലം ലോസ് ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാം? ഒന്നും കമ്പ്യൂട്ട് ചെയ്യാനില്ല. ആദ്യത്തെ കൊല്ലം 20,000 മൈനസ് എടുക്കാം. ലോസ് പ്ലസ് 30,000 പ്ലസ് 15,000 പ്ലസ് 10,000. ടോട്ടൽ എത്ര ഉണ്ടാവും? 30, 45, 30,000, 45,000, 55,000. 55,000 20,000 കുറച്ചുള്ള ബാക്കി എമൗണ്ട്. അപ്പൊ ഈ അതിന് ശേഷമുള്ള അതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവറേജ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ലോസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ലോസ് ഡിഡക്ട് ചെയ്യുക, പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഡിഡക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കാം. അവറേജ് പ്രോഫിറ്റ് മെത്തേഡിന്റെ 2 പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങളെ പ്രിന്റ് ഔട്ട് ബുക്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടായിരിക്കും. 2 റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫ്രം സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ പാർട്ട് 2 ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതിന്റെ പാർട്ട് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുക, ഏത് മെത്തേഡ് പ്രകാരം. Average profit method. Complete the value of goodwill on the basis of 4-year purchase of average profit method പ്രകാരം. ഏത് മെത്തേഡാ ക്വസ്റ്റ്യനിൽ പറഞ്ഞ average profit method പ്രകാരം എത്ര ലാസ്റ്റ് 5 ഇയേഴ്സിന്റെ ബേസിൽ. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര പറഞ്ഞിട്ടുണ്ട്? ഗുഡ്വിൽ ഓൺ ദ ബേസ് ഓഫ് 4 ഇയേഴ്സ് പർച്ചേസ് പറഞ്ഞിട്ടുണ്ട്. 4 വർഷത്തേക്കാണ് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. എല്ലാം പ്രോഫിറ്റ് ആണ്. 30,000, 40,000, 37,000, 47,000, 50,000 പ്രോഫിറ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്ത? ഗുഡ്വിൽ സീക്വൽ ടു ഏത് മെത്തേഡ്? അവറേജ് പ്രോഫിറ്റ് ആണ്. അപ്പം അവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ? അവറേജ് പ്രോഫിറ്റ് സീക്വൽ ടു 30,000 പ്ലസ് 40,000 പ്ലസ് 35,000 പ്ലസ് 45,000 പ്ലസ് 50,000 ഡിവൈഡഡ് ബൈ എത്ര വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്? 1, 2, 3, 4, 5 വർഷത്തെ പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവറേജ് പ്രോഫിറ്റ് സീക്വൽ ടു എത്ര ഉണ്ടാവും? അവറേജ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ 40,000 രൂപ ഉണ്ടായിരിക്കും. അതായത് മൊത്തം ഇതെല്ലാം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ഉണ്ടാവും? 2 lakh ഉണ്ടാവും. അപ്പൊ 2 lakh ഡിവൈഡ് ബൈ 5 is equal to 40,000. This is average profit. Goodwill is equal to എങ്ങനെ പിടിക്കുക? 40,000 ഇൻറ്റു 40,000 ഇൻറ്റു എത്ര വർഷത്തേക്ക് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞേ? 4 വർഷത്തേക്ക്. സീക്വൽ ടു 40,000 ഇൻറ്റു 40 സീക്വൽ ടു 1,60,000. ഈ 1,60,000 ആണ് ഈ സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ. ഈ എമൗണ്ട് ആര് കൊണ്ടുവരണം? പുതിയ പാർട്ണർ കൊണ്ടുവരണം. ആർക്ക് വേണ്ടി? ഓൾഡ് പാർട്ണേഴ്സിന് വേണ്ടി. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഇസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വൺ, question number 7. Question number 7. Calculate the amount of goodwill. Calculate the amount of goodwill for 3 years purchase. എത്ര വർഷത്തേക്കാണ്? 3 years പർച്ചേസിനാണ്. ലാസ്റ്റ് 5 ഇയേഴ്സിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 3 വർഷത്തേക്ക് ഞങ്ങൾ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യണ്ടേ. ദ ഫേം ഏൺഡ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് 3 ഇയേഴ്സ്. ഫസ്റ്റ് 3 ഇയേഴ്സിൽ പ്രോഫിറ്റ് ആണ്. And rupees 23,000, rupees 30,000, and suffered loss 8,000 in the 4th and 5th year. ഇവിടെ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റമാണ്, നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ
Calculate the amount of goodwill 3 years purchase of last 5 years the profit. The firm earned profit during the first 3 years 25,000 rupees and 25,000 rupees, 23,000 and 30,000 and suffered loss rupees first the column for the suffered loss rupees 10,000 and 10,000 and 8,000. 10,000 and 8,000 in the fourth and fifth year. അതായത് ഫസ്റ്റ് 3 കൊല്ലം നിങ്ങൾക്ക് പ്രോഫിറ്റും നെക്സ്റ്റ് 2 വർഷം നിങ്ങൾക്ക് ലോസും ആണ്. അപ്പൊ എങ്ങനെ ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? പ്രോഫിറ്റ് 25,000 പ്ലസ് 23,000 പ്ലസ് 30,000 മൈനസ് 10,000 minus 10,000 minus 8,000 minus 8,000 divided by 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവറേജ് പ്രോഫിറ്റ് കിട്ടും. അവറേജ് പ്രോഫിറ്റ് സീക്വൽ എത്ര ഉണ്ടായിരിക്കാം? അവറേജ് പ്രോഫിറ്റ് സീക്വൽ ടു 60,000 ഉണ്ടായിരിക്കും. 60,000 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ സീക്വൽ ടു അവറേജ് പ്രോഫിറ്റ് സീക്വൽ ടു 12,000 ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഗുഡ്വിൽ സീക്വൽ ടു അങ്ങനെ കണ്ടുപിടിക്കുക. അവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അവറേജ് പ്രോഫിറ്റ് എത്രയുണ്ട്? 12,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എത്ര വർഷത്തേക്ക് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞേ? 3 years equal to 36,000. 36,000 is the value of goodwill. ഈ ഗുഡ്വിൽ ആണ് ന്യൂ പാർട്ണർ കൊണ്ടുവരിക. ഈ ന്യൂ പാർട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ ആർക്കുള്ളതാ? ഓൾഡ് പാർട്ണേഴ്സിനുള്ളതാ. അത് ഏത് റേഷ്യോ കൊടുക്കണം? സാക്രിഫൈസ് റേഷ്യോയിൽ കൊടുക്കണം. ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഓഫ് ഏണിങ്സോ, അതായത് എക്സസ് ഓഫ് ഏണിങ്സ് ആണ്. ഏണിങ്സിന് പുറമെ കിട്ടുന്നത് ലാഭമാണ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഗുഡ്വിലിനെ എഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ബിസിനസ്. നാച്ചർ ഓഫ് ബിസിനസ്സിൽ പറഞ്ഞു വെച്ചാൽ ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽസും കാര്യങ്ങളും കൂടും. നെക്സ്റ്റ് വൺ, പ്ലേസ്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാനും പോകാനൊക്കെ സൗകര്യമായിരിക്കും. അതുകൊണ്ട് ആൾക്കാർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽസ് കൂടും, പ്രോഫിറ്റ് കൂടും. നെക്സ്റ്റ് വൺ, എഫിഷ്യൻസി ആയിട്ടുള്ള മാനേജ്മെന്റ്. നല്ല മാനേജ്മെന്റ് എംപ്ലോയീസിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എംപ്ലോയീസ് കറക്റ്റ് ടൈമിന് ജോലി ചെയ്യുന്നുണ്ടോ, എല്ലാം എഫിഷ്യന്റ് ആയി മാനേജ്മെന്റ് ചെയ്യണം. മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കുറെ ആൾക്കാർ വരും, നല്ല രീതിയിൽ പെരുമാറ്റമൊക്കെ ഉണ്ടാവാം, ആൾക്കാർ കൂടും, സെയിൽസ് കൂടും. നെക്സ്റ്റ് വൺ, മാർക്കറ്റ്. അതായത് നമ്മൾ മാത്രം ബിസിനസ്സിൽ മാർക്കറ്റിൽ മൊണോപ്പൊളി ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് തോന്നിയ റേറ്റ് ഇടാം, നല്ല ആൾക്കാർ വരും, നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യാൻ വേറെ ആരും ഇല്ല, നല്ല പ്രോഫിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. അതായത് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ബൈ ദി സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ പോലെ ആനുകൂല്യങ്ങൾ കിട്ടും. അത് അവർക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. ആ ബെനിഫിറ്റ് ത്രൂ അവർ ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചത് നമുക്ക് എന്തിനു വേണ്ട നീഡ്സ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ എന്തിനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നീഡ്സ്. അതിൽ ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ ചേഞ്ചിങ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ടൈമിൽ ആവശ്യമുണ്ട്. സെക്കൻഡ് വൺ, അഡ്മിഷൻ. തേർഡ് വൺ, റിട്ടയർമെന്റ്. ഫോർത്ത് വൺ, ഡെത്ത്. ഫിഫ്ത്ത് വൺ, ഡിസൊല്യൂഷൻ. പിന്നെ സിക്സ്ത് വൺ, അമാൽഗമേഷൻ. ഈ ടൈമിലൊക്കെ നമുക്ക് എന്താണ് ഗുഡ്വില്ലിന്റെ ആവശ്യകത ഉണ്ട്, അത് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പഠിച്ചത് മെത്തേഡ്സ് ഓഫ് ഗുഡ്വില്. അതിൽ ഫസ്റ്റ് മെത്തേഡ് മാത്രമേ പഠിച്ചുള്ളൂ, അവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം. അവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? അവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് വൺ, ഗുഡ്വിൽ ഈക്വൽ ടു അവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ക്ലിയർ? തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ.